سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن مطرف عن أبيه قال: أتيت النبي صلى الله عليه وسلم وهو يقرأ ألهاكم التكاثر وقال: يقول ابن آدم مالي مالي. قال: وهل لك يا ابن آدم من مالك إلا ما أكلت فأفنيت أو لبست فأبليت أو تصدقت فأمضيت فما سوى ذلك فذاهب وتاركه للناس. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിൽ ആണ് നമ്മളെല്ലാവരും ഉള്ളത്. വളരെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മിൽ ബാക്കി നിൽക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഗൗരവവും പ്രാധാന്യവുമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, അതിലെ സമയങ്ങൾ പരമാവധി നന്മകൾ കൊണ്ട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന ആമുഖമായി ഉണർത്തുകയാണ്. ലൈലത്തുൽ ഖദർ നമ്മുടെ ഈ വർഷത്തെ ഈ അവസാനത്തെ പത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ ഒരു രാവ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്, അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്, അതിനെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നും ഒരു നോമ്പ് തുറന്നു. നമ്മുടെ ക്ഷീണത്തെയും ദാഹത്തെയും ഒക്കെ അകറ്റിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ കിട്ടി. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു പടച്ചവനോട്, ദാഹം മാറി, നാഡിഞരമ്പുകൾ നനഞ്ഞു, പടച്ചവനെ നീ ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്കിതിൻ്റെ പ്രതിഫലം ഉറപ്പാണ്, ഞങ്ങൾക്കതിന് പ്രതിഫലം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പിനെ അതിന് പൂർണ്ണമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാർക്ക് അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം, റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള സ്വർഗപ്രവേശനം നൽകി നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി തന്ന നമ്മുടെ സഹോദരൻ, അവരുടെ കുടുംബം, അവർക്കെല്ലാവർക്കും, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല നീയത്തിന് എല്ലാവിധ പ്രതിഫലവും നൽകി അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഐശ്വര്യവും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളുടെ കാര്യത്തിൽ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാൻ, കഴിയുന്നത്ര നന്മകൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ പത്തിൽ മറ്റുള്ളതിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് അഹ്സാബ് തീർന്നപ്പോൾ അടുത്ത ഒരു സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ചയിൽ നമ്മൾ ഒരു ഹദീസ് ക്ലാസ് നടത്തുക എന്നതിൻ്റെ ഭാഗമെന്നോണവും അതോടൊപ്പം തന്നെ റമദാനിലെ അവസാനത്തെ പത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അറിഞ്ഞത് തന്നെ ഒന്ന് ഉണർത്തുക എന്നുള്ള നിലക്കുമാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തിനെ കുറിച്ച്, അതിൽ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊരു വിചിന്തനം മാത്രമാണ് നടത്തുന്നത്. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ അടുത്ത് പറഞ്ഞു,
അവസാനത്തെ 10 പ്രവാചകൻ അരയും തലയും മുറുക്കി ഒരുങ്ങുമായിരുന്നു ഇബാദത്തുകൾക്ക് വേണ്ടി. ഓരോരുത്തരും ആലോചിക്കുക, അടുത്ത റമദാനിൽ നമ്മളാരും ഉണ്ടാവുകയില്ല. ഒരുപക്ഷേ മറ്റുള്ളവരാൽ പ്രാർത്ഥിക്കപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ അടുത്ത റമദാനിൽ മാറിയേക്കാം. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുള്ള പലരും ഇന്നില്ല. ഇന്ന് നമ്മൾ അങ്ങനെയാണ് അവരെ ഓർക്കുന്നത്. അവരുടെ മഗ്ഫിറത്തിനും മർഹമത്തിനും പരലോകത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയായേക്കാം അടുത്ത റമദാനിൽ ഞാൻ. എങ്കിൽ ഇതെന്റെ അവസാനത്തെ റമദാനാണ്. ഇതെന്റെ അവസാനത്തെ ഒടുവിലത്തെ 10. ഇതെന്റെ അവസാനത്തെ ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ്. ഇനി എനിക്കതൊന്നും ലഭിക്കില്ല എന്നുള്ള ചിന്ത, എന്നുള്ള ഓർമ്മ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയിക്കൂടാ. അതുകൊണ്ട് ഇനിയൊരിക്കലും കിട്ടാത്ത, എനിക്ക് അവസാനമായി കിട്ടുന്ന ഈ അവസാനത്തെ 10 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതുപോലെ അരയും തലയും മുറുക്കി അതിനു വേണ്ടി ഒന്നൊരുങ്ങുക. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾ ഈ പ്രതിഫലം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. അതിൽ ഒരുപാട് നന്മകൾ, എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ടോ അവയൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് ഒരുപാട് ജുസ്ഉകൾ ഓതിത്തീർന്നവരുണ്ടാകും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ ഒന്നോ ഒന്നിലധികമോ തവണ ഖത്തം തീർത്തവരുണ്ടാവും. ഓതി ഒരു ഖത്തത്തിന് വേണ്ടി ഇനിയും ബാക്കി നിൽക്കുന്നവരുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങൾ പാഴാക്കി കളയരുത്. ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യുക. ഒരുപാട് സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ നീക്കിവെക്കുക. ഖുർആൻ പഠനത്തിനു വേണ്ടി, ഖുർആനിനെ മനസ്സിലാക്കുന്നതിനു വേണ്ടി സമയം കണ്ടെത്തുക. ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാത്രി നമസ്കാരം, രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിഞ്ഞവരും അത് നിർവഹിച്ചു വരുന്നവരുമാണ് നമ്മൾ. ഇതുവരെ നിർവഹിച്ചിട്ടുണ്ട്, തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഒന്നുകൂടി നമ്മൾ നിയ്യത്ത് പുതുക്കി, നിയ്യത്തൊന്ന് നന്നാക്കി, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഒന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഇനിയുള്ള നമസ്കാരത്തിൽ ഒന്ന് ഖിയാമുൽ, ഒരു നമസ്കാരം, ഒരു തറാവീഹ് നമസ്കാരം, അത് ലൈലത്തുൽ ഖദ്ർ ആയാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ, അഥവാ 80ഓളം കൊല്ലം ഞാൻ നിന്ന് നമസ്കരിച്ച അത്രയും പ്രതിഫലം ഒരു രാവ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയുമല്ലോ എന്ന് കരുതി അവസാനത്തെ 10 ആ ഒരു ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും അതിനു വേണ്ടി നമ്മൾ അമൽ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന മറ്റൊന്നായിരുന്നു ഇഅ്തികാഫ്. പള്ളിയിൽ ആരാധനയിൽ മുഴുകി, പള്ളിയിൽ ഭജനമിരിക്കൽ. നമ്മളതിന് സമയം കണ്ടെത്തുക. കഴിയുന്നത്ര, എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുക, 1 മണിക്കൂർ ഇരിക്കാൻ കഴിയുമെങ്കിൽ, ഇതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടി അവസാനത്തെ 10 അതിനും കൂടി നമ്മൾ സമയം കണ്ടെത്തുക. 1 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു അര ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം, എത്രയാണോ നമുക്ക് കഴിയുന്നത് അങ്ങനെ ഇഅ്തികാഫിന് വേണ്ടി സമയം കണ്ടെത്തുക. അത് പ്രവാചകൻ പ്രത്യേകം ചെയ്തതാണ്, ഓർമ്മിപ്പിച്ചതാണ്. മറ്റൊന്ന് ദാനധർമ്മങ്ങളുടെ കാര്യമാണ്. കാറ്റ് വീശുന്നതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയാൽ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. അന്തമാരുതനെ പോലെ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും തഴുകി തലോടി, എല്ലാവർക്കും കുളിർമ നൽകി, എല്ലാവർക്കും ആശ്വാസം നൽകി, ആരെയും വിട്ടുപോകാതെ എല്ലാവരെയും സ്പർശിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്നാണല്ലോ ആ കുളിർ തന്നലിന്റെ അർത്ഥം.
അതുപോലെ തന്നെ അത് എല്ലായിടത്തും എത്തുമായിരുന്നു. ആരെയും അതിൽ നിന്ന് വിട്ടുപോകുമായിരുന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മിഷ്ഠതയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ പഠിച്ചത് പ്രവാചകൻ ഒരു ലക്ഷപ്രഭുവായിരുന്നില്ല, വലിയൊരു കോടീശ്വരനായിരുന്നില്ല, പണക്കാരനായിരുന്നില്ല. അന്നാന്ന് ജീവിക്കാനുള്ള ഭക്ഷണം പോലും വീട്ടിലില്ലാതെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പട്ടിണി കടന്ന പ്രവാചകനാണ് ഇങ്ങനെ ധർമ്മം ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും ചെയ്തത്? എത്രയായിരിക്കും ചെയ്തത്? നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടത് പണമല്ല, കുറെ പൈസയല്ല. അതിനു മുമ്പ് വേണ്ടത് മനസ്സാണ്. മനസ്സാണ് ആദ്യം വേണ്ടത്. എത്രയോ കോടീശ്വരന്മാർ ഇവിടെ ഉണ്ട്, ലക്ഷാധിപതികളുണ്ട്. എത്രയാണ് തൻ്റെ വരുമാനം, തനിക്കിപ്പോൾ എൻ്റെ പേരിൽ ഇപ്പോൾ എത്ര പണമുണ്ട് എന്ന് അറിയാത്ത, കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും വലിയ പണക്കാരുണ്ട്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമൊന്ന് വയറ് നിറയെയല്ല, വയറിന്റെ ആ കാളിച്ചയൊന്ന് നിർത്താൻ ഒരിറ്റു ഭക്ഷണം, ഒരു ഉരുള ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ദിവസങ്ങളോളം ഭക്ഷണത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുമുണ്ട്. ഇവിടെ കൊടുക്കാൻ കഴിയുക ആദ്യം വേണ്ടത് പണമല്ല, മനസ്സാണ് വേണ്ടത്. കൊടുക്കാൻ മനസ്സുണ്ടാവണം. മനസ്സില്ലാത്തവൻ കൊടുക്കൂല. നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ കൊടുത്താൽ? എത്രയാണ് അയാളുടെ അടുക്കൽ പൂത്ത പണമുള്ളത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് അയാളത്? ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ്? എന്താണ് അയാൾ കൊടുക്കാത്തത്? അറുത്ത കൈ കുപ്പ് തേക്കാത്തവൻ, അറുപിശുക്കൻ എന്നൊക്കെ പറയാറുണ്ട്. അത് അയാൾക്ക് കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ പറഞ്ഞ മനസ്സില്ലാഞ്ഞിട്ടാണ്. മനസ്സാണ് മാറേണ്ടത്. മനസ്സ് മാറണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അൽഹാഖുമുത്ത കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന സൂറ പാരായണം ചെയ്തു. നമ്മളൊക്കെ കാണാതെ പഠിച്ച അർത്ഥമറിയുന്ന സൂറയാണ്. വലിപ്പത്തരം പറയാം, പെരുമ നടിക്കുക. ഇത് മനുഷ്യനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. അഥവാ സമ്പത്ത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി അതിന്റെ മേൽ വീണ്ടും വീണ്ടും അതിനെ ഇരട്ടിപ്പിച്ച് ഏതൊക്കെ നിലക്ക് അതിനെ പരിപോഷിപ്പിക്കാമോ അതിനുള്ള മാർഗങ്ങളൊക്കെ നോക്കി. കച്ചവടമാണെങ്കിൽ അങ്ങനെ, ഷെയറാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹറാമും ഹലാലും നോക്കാതെ വട്ടിക്ക് കൊടുത്താണെങ്കിൽ അങ്ങനെ, പലിശക്ക് കൊടുത്താണെങ്കിൽ അങ്ങനെ, അന്യന്റേത് അപഹരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, സ്വന്തവും ബന്ധവും നോക്കാതെ സ്വത്തും മുതലും തട്ടിയെടുത്താണെങ്കിലും അങ്ങനെയൊക്കെയും സമ്പാദ്യ ഒന്നിനുമേൽ ഒന്നായി അട്ടിയട്ടിയായി മനുഷ്യനുണ്ടാക്കുന്നു. മാലിനോട് വല്ലാത്ത പ്രിയം, വല്ലാത്ത ഇഷ്ടം മനുഷ്യന്, വല്ലാത്ത ഇഷ്ടമാണ് മനുഷ്യന് ധനത്തോട്. അതുകൊണ്ട് തന്നെ അത് അവനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. എന്തിനെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും, മരിച്ചു പോണത് വരെ. ഈ സൂറത്ത് ഓതിയിട്ട് അവിടുന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദം മാലി മാലി. മനുഷ്യൻ പറയും, എന്റെ ധനം, എന്റെ ധനം, എന്റെ സമ്പാദ്യം, എന്റെ വീട്, എന്റെ ബിൽഡിങ്ങുകൾ, എന്റെ പേരിലുള്ള സ്ഥലങ്ങൾ,
എന്റെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്, എന്റെ പേരിലുള്ള മറ്റു വരുമാന മാർഗങ്ങൾ, എന്റേത് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതുവരെ? അത് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞത്, ഒരു മനുഷ്യപുത്രന് ഒരു സ്വർണത്തിന്റെ മല, സ്വർണത്തിന്റെ ഒരു മല കിട്ടി. ഏത് മനുഷ്യന്? ആ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് 60-നും 70-നും ഇടയിലാണ്. അഴ്മാറു ഉമ്മത്തി, എന്റെ ജനതയുടെ ആയുസ് 60-നും 70-നും ഇടക്കാണ്. അത്രയുണ്ടാവും. 60-70 കൊല്ലക്കാലം ജീവിക്കേണ്ട മനുഷ്യൻ, അവനൊരു സ്വർണത്തിന്റെ മല കിട്ടി. എന്നാലോ അവൻ ആലോചിക്കുന്നത് എന്താ? അതുകൊണ്ട് ജീവിക്കാമെന്നല്ല, രണ്ടാമത്തേതൊന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു മലയും കൂടി കിട്ടിയെങ്കിൽ, ഒന്നുകൂടി കിട്ടിയെങ്കിൽ. പ്രവാചകൻ പറഞ്ഞു, 2 കിട്ടിയാൽ മൂന്നാമത്തേതിനെ ആഗ്രഹിക്കും. ഈ ആർത്തി അവന്റെ വായ മണ്ണിൽ വെക്കുന്നത് വരേക്കും, അവന്റെ ജഡം കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരേക്കും അത് തുടരും. ആർക്കാ മതിയായത്? ആർക്കാ തീർന്നത്? ആർക്കാ തികഞ്ഞത്? മതിയായി എന്ന് പറഞ്ഞത് ആരാളുള്ളത്? എന്നിട്ട് അവൻ ഇതിന്റെ പേരിൽ പറയാണ്, എന്റെ ധനം, എന്റെ സ്വത്ത്, എനിക്കിത്ര എന്ന് പറയുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നിനക്ക് നിന്റേത് എന്ന് പറയാൻ എന്തുണ്ട്? എന്തുണ്ട്? നമ്മൾ പറയണ്ടല്ലോ, എന്റെ സ്വത്ത്, എന്റെ ബാങ്കിൽ എത്ര, എന്റെ അക്കൗണ്ടിൽ എന്റെ പേരിലുള്ള, അതിന്റെ പാസ്വേഡ് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. അതിന്റെ സീക്രട്ട് നമ്പർ വേറെ ആർക്കും അറിയില്ല. എന്റേത് എനിക്ക് മാത്രം അറിയുന്ന അത്രയും സ്വത്ത് എന്ന് നീ പറയുന്നു. യാ ഇബ്ന ആദം ഹൽ ലക മിൻ മാലിക്, എന്തുണ്ട് നിനക്ക് നിന്റേത് എന്ന് പറയാം. ഇല്ലാ മാ അകൽത ഫഅഫ്നൈത, നീ തിന്നു മുടിച്ചതല്ലാതെ. ഈ നിമിഷം വരെ, ഇതുവരെ നമ്മൾ തിന്ന ഭക്ഷണം നമുക്ക് കിട്ടി, അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി തിന്നതാവട്ടെ, ആരെങ്കിലും എനിക്ക് തന്നു തിന്നതാവട്ടെ, ഏതായാലും അത് എനിക്ക് കിട്ടി, അത് ആർക്കും പോയില്ല. എന്റെ സ്വത്തിൽ നിന്ന് ഇക്കാലം അത്രയും രാപ്പകലില്ലാതെ, ഊണും ഉറക്കുമില്ലാതെ ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇത്ര കാലം ഞാൻ തിന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രങ്ങൾ. നീ നിന്റെ അധ്വാനം കൊണ്ട് നിനക്കെന്ന് പറഞ്ഞു കിട്ടിയതെന്താ? നിന്റെ വസ്ത്രങ്ങൾ, നീ ഇതുവരെ ധരിച്ച വസ്ത്രങ്ങൾ, അത് നിനക്ക് കിട്ടി. മൂന്നാമത്തെ എന്തല്ലേ? മൂന്നാമത്തത് എന്തുണ്ട്? ഞാൻ ഉണ്ടാക്കിയ വീട് എന്റേതല്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു ഒരു വാർത്ത. ഗൾഫിൽ അധ്വാനിച്ച് വർഷങ്ങളോളം നാട്ടിൽ പോലും പോകാതെ അധ്വാനിച്ചു വീടെന്ന ഒരു സങ്കല്പത്തിനു വേണ്ടി ഒരു സഹോദരൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഇഷ്ടപ്രകാരം നല്ലൊരു വീടുണ്ടാക്കി. അങ്ങനെ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇയാൾ വീട്ടിലേക്ക് കുടിയിരിപ്പിന് വേണ്ടി പോകുന്നു. പക്ഷേ അയാൾ നാട്ടിലെത്തി, വിമാനത്തിൽ നിന്നും ഇറങ്ങി അദ്ദേഹം വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ അപകടമുണ്ടായി മരിക്കുന്നു. അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ആ മയ്യത്തുമായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് ഈ മയ്യത്തുമായി കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, പുതിയ വീട്ടിലേക്ക് മയ്യത്ത് കയറ്റണ്ട. കാരണം ആദ്യമായി വീട്ടിലേക്ക് മയ്യത്തല്ല കയറേണ്ടത്, അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാം.
തറവാട്ടിൽ കൊണ്ടുപോയാൽ മതി. ആരെയാ പറഞ്ഞത്? ആരെ കുറിച്ചാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആലോചിക്കണം നമ്മൾ. കാരണം ആദ്യമായി വീട്ടിലേക്ക് മയ്യത്ത് കയറ്റുന്നത് ദുശകുനമായി കാണുന്നു. ആരുടെ മയ്യത്ത്? ഈ ഒരു വീടിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഊണും ഉറക്കവും കുടുംബവും ബന്ധവും ഇല്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരാളുടെ മയ്യത്ത് പോലും വെക്കാൻ ആ വീട്ടിൽ അവസരം കിട്ടുന്നില്ല. വീട് എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒന്നുമില്ല. എന്റെ വീട് എന്ന് പറയും ഇതുവരെ. ഈ നിമിഷത്തിൽ ഞാൻ അങ്ങ് മരിച്ചുപോയാൽ എന്റെ വീട്ടിൽ എന്റെ മയ്യത്ത് കിടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ മയ്യത്തെടുക്കും എന്ന് പറഞ്ഞാൽ വിളിച്ചു ചോദിക്കുന്നവരും അന്വേഷിച്ചു വരുന്നവരുമൊക്കെ വഴി ചോദിച്ചു വരുന്നത് മയ്യത്തിന്റെ വീട് എവിടെയെന്ന. മയ്യത്തിന്റെ വീട് എവിടെയെന്ന. എന്റെ വീട് എന്റേതല്ല. എന്നെ എന്റെ പ്രിയപ്പെട്ട മാതാവ് സ്നേഹത്തോടെ വിളിച്ച പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പിതാവ്, ഓമനിച്ചു വളർത്തിയ പിതാവ് നെഞ്ചോട് ചേർത്ത് വെച്ച് വിളിച്ച പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരുണ്ട്. എന്റെ പുന്നാര മക്കൾ ഉപ്പ എന്ന്, ഉപ്പച്ചി എന്ന് സ്നേഹത്തോടെ ലാളനയോടെ വിളിക്കുന്ന പേരുണ്ട്. പക്ഷേ എന്റെ ശ്വാസം അങ്ങ് നിന്ന് പോയാൽ ആ നിമിഷം ഉമ്മ പറയുന്നത് എനിക്ക് ആ മയ്യത്തിന്റെ മുഖമൊന്ന് കാണണമെന്നാണ്. ഉപ്പ പറയുന്നത് അതാണ്, ഭാര്യ പറയുന്നത് അതാണ്, മക്കൾ പറയുന്നത് അതാണ്. മയ്യത്തെപ്പോ കൊണ്ടുവരും? മയ്യത്ത് എവിടെയുണ്ട്? ഈ നിന്ന നിൽപ്പിൽ ഞാൻ മരിച്ചാൽ നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്നു, ഇന്നയാള് മരിച്ചു, നമ്മുടെ ഉസ്താദ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ചോദ്യം എന്താ? മയ്യത്തെവിടെ? അതുവരെ പേര് വിളിച്ചിരുന്ന ആള് അയാൾ എവിടെ എന്നല്ല ചോദിക്കുന്നത്, മയ്യത്തെവിടെ? 10, 40, 50, 60 കൊല്ലം എന്നെ വിളിച്ച പേര് പോലും ഒരു നിമിഷം കൊണ്ടില്ലാതെയാകുന്നു. നിനക്കെന്തുണ്ട് നിന്റേതെന്ന് പറയാൻ? എന്തുണ്ട് നിന്റേതെന്ന് പറയാൻ? നിന്റെ വീടുണ്ടോ? നിന്റെ പേരുണ്ടോ? നിന്റെ കുടുംബമുണ്ടോ? നിന്റെ സമ്പാദ്യമുണ്ടോ? ഇല്ല. നമ്മുടെ സമ്പത്തുണ്ടോ? ഇല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ, കബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ 3 കാര്യങ്ങൾ പിന്നാലെ പോകും. 3 കാര്യങ്ങൾ പിന്നാലെ പോകും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. അവന്റെ കുടുംബം പോകും, അവന്റെ സമ്പത്ത് പോകും, അവന്റെ അമലുകളും പോകും. യർജിഉ ഇസ്നാൻ, 2 അതിൽ നിന്ന് തിരിച്ചു പോരും. സ്വത്തുക്കൾ കൊണ്ടുപോകാം, അവന്റെ വാഹനങ്ങളിൽ ആളുകൾക്ക് പോകാം ഖബർസ്ഥാനം വരെ. അവന്റെ സമ്പാദ്യം ഇട്ട് കൂട്ടിയ താക്കോലും കൊണ്ടുപോകാം, അവന്റെ സമ്പാദ്യങ്ങളെല്ലാമായി പോകാം. അതുപോലെ അവന്റെ കൂട്ടുകുടുംബങ്ങൾ അതിന്റെ പിന്നാലെ പോകും. പിതാവാണ് മരിച്ചതെങ്കിൽ മക്കൾ കണ്ണീരോടെ പോകും. മകന്റെ മയ്യത്ത് കട്ടിൽ പേറി പിതാവ് നടക്കും, ഭാര്യയുടെ മയ്യത്തും കൊണ്ട് ഭർത്താവ് നടക്കും. എല്ലാവരും കൊണ്ടുപോകും, ഖബർ വരെ പോകും. 2 തിരിച്ചു വരും. 2 തിരിച്ചു വരും. എത്ര തന്നെ അവിടെ നിൽക്കണമെന്ന് ശഠിച്ചാലും ആരും അവിടെ നിർത്തില്ല, അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, തിരിച്ചു കൊണ്ടുപോരും. അമല് മാത്രം അവിടെ ബാക്കിയാകും. അപ്പോൾ നമ്മൾ അധ്വാനിച്ച ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഖബറിൽ നിന്ന് തിരിച്ചു പോരുന്നു. എങ്കിൽ ആ ഖബറിൽ അവശേഷിക്കുന്ന നമ്മുടെ സമ്പാദ്യം അല്പം പഞ്ഞിയും ഏതാനും കോറ തുണിയും മാത്രമാണ്, കോട്ടൺ തുണിയും മാത്രമാണ്. തീരെ വിലയില്ലാത്ത, ആരും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ടെക്സ്റ്റൈൽസിന്റെ മൂലകളിൽ വെള്ളക്കളറായതിന്റെ പേരിൽ, കോട്ടനായതിന്റെ പേരിൽ ആർക്കും വേണ്ടാതെ ഒരു മൂലയിൽ പൊടി പിടിച്ചു കിടന്നിരുന്ന, എത്ര വില കിട്ടിയാലും വിൽക്കാൻ പാകത്തിലുള്ള ആ തുണിയാണ് നമ്മുടെ കഫം പുടവയായി വാങ്ങിക്കൊണ്ടുവരുന്നത്. കോടീശ്വരനും ലക്ഷാധിപതിയും കണക്കും കാര്യവുമില്ലാത്ത അത്രയും സമ്പാദ്യമുള്ളവനും അവനും വാങ്ങുന്നത്, അവനും കിട്ടുന്നത് ഈ ഒരു തുണി മാത്രമാണ്. 10 100 രൂപ കൊണ്ട് കിട്ടുന്നത്, 10 500 രൂപ കൊണ്ട്, 10 1000 രൂപ കൊണ്ട് അവന്റെ മയ്യത്തിന്റെ സംസ്കരണ മുറകൾ മുഴുവൻ തീരും. അത് ഖബർ കളച്ച ആളുകൾക്ക് കൊടുത്തത് വരെയും അത്ര മതി നമുക്ക് സമ്പാദ്യം.
എനിക്കും നിങ്ങൾക്കും ഇവിടെ നിന്ന് ഇവിടെ വാങ്ങുമ്പോ ആ ഒരു കോട്ടൺ തുണി വാങ്ങാനും അല്പം പഞ്ഞി വാങ്ങാനുമുള്ള കാശ് മതി. ബാക്കി നമുക്ക് കിട്ടില്ല, എനിക്കും നിങ്ങൾക്കും കിട്ടില്ല. കൊണ്ടുപോകാൻ അനുവദിക്കില്ല ആരും, തരില്ല ആരും. നമ്മുടെ ബന്ധുക്കൾ തരുമോ? മക്കൾ തരുമോ? ഭാര്യ തരുമോ? മാതാപിതാക്കൾ തരുമോ? തരില്ല. നീ തിന്നതും ഉടുത്തതും നിനക്ക് കിട്ടി. നീ തിന്നതും ഉടുത്തതും നിനക്ക് കിട്ടി, അതല്ലാത്തത് നിനക്കില്ല. എന്നാൽ നിന്റെ കൂടെ പോരുന്ന ഒരു ധനമുണ്ട് കേട്ടോ. നീ ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ സ്വത്തും നിന്റെ കൂടെ പോരും. ഈ കോട്ടൺ തുണിയല്ലാത്തതും നിന്റെ കൂടെ സ്വത്തായി പോരും. നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന നീയത്തോടുകൂടി നീ വല്ലതും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരിക്കൽ അവിടുന്ന് പറഞ്ഞത് നീ നരകത്തെ സൂക്ഷിച്ചുകൊള്ളുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഒരു കാരക്കയുടെ കുരുവിന്റെ മേലുള്ള ഒരു പാടയുണ്ടല്ലോ, അത് കൊടുത്തിട്ടാണ് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എങ്കിൽ അതുകൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ എത്രയാ കൊടുക്കാൻ കഴിയുക? ആ കാരക്കുരുവിന്റെ മേലെയുള്ള ഒരു പാടയുടെ അതുകൊണ്ടാണോ നിനക്കൊരു പക്ഷേ സ്വർഗം നേടാൻ കഴിയുക, നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് അക്കൊടുക്കുന്നതേ ഉണ്ടാവൂ. ബാക്കിയുള്ളതെല്ലാം അതൊക്കെ പോയി പോകും. അതൊക്കെ നിന്റെ അനന്തരാവകാശികളും ആളുകളും പങ്കിട്ടെടുക്കും, വീതിച്ചെടുക്കും. അവർക്കുള്ളതാണ്. ആലോചിക്കുക. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, ഞാനിപ്പോഴും മരിച്ചാലും റാഹത്തിന് മരിക്കാം. കാരണം എന്താ? എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം വരുമാനമുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മരിച്ചാലും മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ബേജാറില്ല. അവരുടെ കഥ എന്താകുമെന്നതിനെ കുറിച്ച് ബേജാറില്ല. പക്ഷേ ആലോചിച്ചോ, ഞാൻ മരിച്ചാൽ എന്റെ കഥ എന്താകും? ആരുണ്ട് എന്റെ കൂടെ പോരാൻ? എന്തുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ? ഇവര് സുഖമായി ഇവിടെ ജീവിക്കുമ്പോ ഞാൻ എങ്ങനെ ജീവിക്കുന്നു? എന്റെ ഖബർ ജീവിതം, എന്റെ പരലോക ജീവിതം അതെങ്ങനെയാണ് എന്നാലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരവിടെ, അധ്വാനിക്കാൻ വന്നവരാണ്, കാശുണ്ടാക്കുന്നവരാണ്. ഉണ്ട് നമുക്ക് പലതും. എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിലും പലർക്കും പലരുടേതും അവരവരുടേതനുസരിച്ചുള്ള സമ്പാദ്യമുണ്ട്. ഇതിൽ ഇന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോചിക്കുക, ഞാൻ ഇതുവരെ അധ്വാനിച്ചതിൽ എന്റേതായിട്ട് എന്തുണ്ട്? എനിക്ക് നാളെ പരലോകത്തേക്ക് പോകും എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? സമ്പാദിക്കണ്ടെന്നല്ല, ഉണ്ടാക്കണ്ടെന്നല്ല, കരുതി വെക്കണ്ടെന്നല്ല, വേണം, ഉണ്ടാക്കണം. കുടുംബത്തിന് വേണ്ടത് ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് മതിയോ നമുക്ക്? പരലോകമില്ലേ? പരലോകത്തെ പേടിക്കുന്നില്ലേ നമ്മള്? അവിടെ നിൽക്കുന്ന ഒരു നിൽപ്പിനെ ഓർക്കുന്നില്ലേ നമ്മള്? അവിടെ ചെല്ലുമ്പം ഇവരാരും വരൂല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം കൈയൊഴിഞ്ഞു പോകുന്ന ദിനമാണ് പരലോകം. ആരുമാരെയും തിരിഞ്ഞു നോക്കൂല. പടച്ചോനെ, ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല. നിന്റെ അക്കൗണ്ടിൽ എന്തുണ്ട് നാ നോക്കുക. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമുക്കെന്തുണ്ട് ചെലവഴിച്ചു എന്ന് പറയാൻ, ധൈര്യത്തിൽ പറയാൻ. ഈ മരണപ്പെട്ടു പോകുമ്പം വെറും കോട്ടൺ തുണിയും കുറച്ച് പഞ്ഞിയുമല്ല, എന്റെ സമ്പാദ്യത്തിൽ നിന്ന്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന്, ഹലാലായി ഉണ്ടാക്കിയ മുതലിൽ നിന്ന് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റിയത്, എന്റെ കുടുംബത്തെ നോക്കിയത്, വീട് വെച്ചത്, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തത്, അതുപോലെ നാളെ പരലോകത്തേക്ക് വേണ്ടി നീക്കിവെച്ചതെന്തുണ്ട്? അത് പ്രതിഫലാർഹമായ കാര്യം തന്നെയാണ്. അത് നമ്മുടെ നീയത്ത് നന്നായെങ്കിൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ നമ്മുടെ സ്വത്തിന്റെ വിഹിതത്തിൽ നിന്ന് പടച്ചോന്റെ ഭാഗത്തേക്ക് നീക്കിവെച്ച എത്രണ്ട്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് കടം തരാൻ ആരുണ്ട്? സ്വത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹ്ക്ക് കൊടുക്കാൻ ആരുണ്ട്? അള്ളാന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഇടാൻ ആരുണ്ട്? അവന് പരാജയപ്പെടൂല, അത് തരും. ഇരട്ടിയും 70ഉം 700ഉം എന്ന്
ഉദാഹരണ സഹിതം വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ആലോചിക്കുക, നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ കൊടുക്കുന്നതിനെ നോക്കൂ. നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരാടിനെ അറുത്തു, പീസാക്കി പ്രവാചകൻ പറഞ്ഞു വിതരണം ചെയ്യാൻ പാവങ്ങൾക്കിടയിൽ. അങ്ങനെ പ്രവാചകൻ അവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ഇനി എന്തുണ്ട്? എന്ത് കിട്ടി നമുക്ക്? നമ്മൾക്കുള്ള ഓഹരി എവിടെ എന്ന് ചോദിച്ചപ്പോ ആ തോളലുണ്ട്, കത്തിഫ് തോളലുണ്ട് നബിയെ. ആ തോളല് കാണിച്ചു, ഇത് നമുക്ക് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നമുക്ക് കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടി. അത് നമുക്ക് കിട്ടിയില്ല. കാരണം എന്തേ? അതിവിടെ ബാക്കി കിടക്കാണ്. കൊടുത്തതേ കിട്ടിയത്, കൊടുത്തതേ കിട്ടൂ എന്ന് മനസ്സിലാക്കാൻ മാത്രം നമ്മുടെ ഈമാൻ വളർന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നയാ പൈസ കൊടുക്കൂല. കൊടുത്തതേ കിട്ടൂ എന്നിടത്തേക്ക് വിശ്വാസം വളരണം. ഒരാൾ പിരിവിന് വന്നാൽ നമ്മൾ പറയും ഇന്ന് 10 പോയി. 10 പോയി എന്ന് പറയുന്നു. ആദ്യം തന്നെ 10 പോവുകയല്ല, 10 കിട്ടുകയാണ്. എന്റെ പോക്കറ്റിൽ 100 രൂപയുണ്ടെങ്കിൽ, 100 റിയാൽ ഉണ്ടെങ്കിൽ ആ 100ഉം എന്റേതാണ്. ഞാനിപ്പോൾ മരിച്ചാൽ ആ 100 രൂപയുടെ ഉടമ, ആ 100 റിയാലിന്റെ ഉടമ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവനാണ്. അതിൽ നിന്ന് 10 റിയാൽ നമ്മൾ കൊടുത്തുവെങ്കിൽ 90 മയ്യത്ത് കുളിപ്പിക്കുന്നവന് കിട്ടുള്ളൂ. 10 നമുക്ക് കിട്ടി. 10 നമുക്ക് കിട്ടി. കൊടുത്തതേ കിട്ടൂ. അവിടേക്ക് വളർന്നാൽ കൊടുക്കും. നമ്മൾ കൊടുക്കണം. നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്? നമ്മൾ പറയും ആർക്കാ കൊടുക്കേണ്ടി? എത്രയെത്ര പാവങ്ങളുണ്ട് ലോകത്ത്, ഇല്ലേ? നമ്മുടെ ചുറ്റുപാടുകളില്ലേ? നമ്മൾ കിണറ്റിലെ തവളയെ പോലെ ഇരുന്ന് നമ്മുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ആലോചിച്ചിരുന്നാൽ നമുക്ക് പറയാം ആരുമില്ല പാവങ്ങൾ. ആരാണ് ഇവിടെ നോമ്പ് തുറക്കാൻ കഴിയാത്തവരുള്ളത്? ആരാണ് ഇവിടെ ഒരു നേരം ഭക്ഷണത്തിന് കഴിവില്ലാത്തവര്? ആർക്കാണ് ഇവിടെ വസ്ത്രമില്ലാത്തത്? ആർക്കാണ് ഇവിടെ പഠിക്കാനുള്ള സൗകര്യമില്ലാത്തത്? ആരാണ് രോഗം വന്ന് ചികിത്സിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ പറയും. നമ്മൾ കണ്ണു തുറന്ന് നോക്കുക, കണ്ണിന്റെ മൂടി നമ്മൾ എടുത്തു മാറ്റുക, നേർക്ക് നേരെ നോക്കുക. ഒരുപാട് ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ. ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുമെന്ന് പേടിച്ച് ചോർന്നൊലിക്കുന്ന വെള്ളത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന, ഉറ്റി വീഴുന്ന വെള്ളത്തിന്റെ എവിടെയെല്ലാം പാത്രങ്ങൾ വെച്ച് ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചെറ്റക്കുടിലുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. വെയിലറിച്ചാൽ ഓട്ടവെയിൽ വന്ന് സുഖമായി കിടക്കാൻ കഴിയാത്തവരുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ മരുന്ന് ഷീട്ടുമായി മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലുള്ള മെഡിക്കൽ ഷാപ്പുകളിലൂടെ പരക്കം പായുന്ന സഹോദരീ സഹോദരങ്ങൾ, നമ്മെപ്പോലുള്ള മജ്ജയും മാംസവുമുള്ള ആളുകളുണ്ട്. അനാഥരായ മക്കളുണ്ട്. ഉപ്പ ഉമ്മ എന്നൊന്ന് വിളിക്കാൻ കഴിയാതെ, അവരുടെ സ്നേഹലാളന ഏൽക്കാൻ കഴിയാതെ, അനാഥത്വത്തിന്റെ എല്ലാ വിഷമതകളും പേറി നടക്കുന്ന, പഠിക്കാൻ കഴിയാതെ, പാഠശാലയിൽ പോകാൻ കഴിയാതെ, നന്നായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, പെരുന്നാളിനും ഉത്സവ ദിവസങ്ങളിലുമൊന്നും ഒരു പുത്തനുടുപ്പണിയാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കളുണ്ട്. അവർക്കിടയിലാണ് നമ്മൾ പറയുന്നത് ആരാണ് ഇവിടെ പാവങ്ങളെന്ന്, ആരാണ് ഇവിടെ കഷ്ടപ്പെടുന്നവരെന്ന്. എത്രയെത്ര ആളുകൾ. എന്നെയും നിങ്ങളെയും ഒരു മെഡിക്കൽ ചെക്കപ്പിന് വെച്ചാൽ, വിശദമായ ഒരു പരിശോധനയ്ക്ക് വെച്ചാൽ ഏതേത് രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നാളെ എന്നെ കുറിച്ച് അദ്ദേഹം മാറാരോഗിയാണെന്ന് പറഞ്ഞുകൂടാ എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കി. ഞാനങ്ങ് മരിച്ചാൽ എന്റെ കുട്ടികളുടെ മുഖത്ത് നോക്കി അനാഥ കുട്ടികൾ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാവില്ലേ? നമ്മളുള്ള ഇപ്പോഴുള്ള ഈ സ്ഥാനം, ഇപ്പോഴുള്ള ഈ ജോലി, ഇപ്പോഴുള്ള ഈ വരുമാനം അതങ്ങ് നിലച്ചുപോയാൽ നമ്മുടെ എല്ലാ പ്രൗഢിയും തീരില്ലേ? വല്ലാത്തൊരു കടത്തിൽപ്പെട്ടാൽ നമ്മൾ പാർക്കുന്ന വീട് വിൽക്കേണ്ടി വരില്ലേ?
ഇതൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവർ മാത്രം അനുഭവിച്ചു പോകാനുള്ളതല്ല, ആർക്കും വരാം. കാരണം ഇതൊന്നും നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. ഞാനും അങ്ങനെയാവാം, എന്റെ മക്കൾ അനാഥരാവാം, എന്റെ ഭാര്യ വിധവയാകാം, എന്റെ മാതാപിതാക്കൾ എന്റെ തണലിൽ നിന്ന് എന്റെ തണൽ കിട്ടാതെ കഷ്ടപ്പെട്ടേക്കാം, ഞാനൊരു മാറാരോഗിയായേക്കാം, ഞാൻ പ്രയാസങ്ങൾ അനുഭവിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും എനിക്കില്ല, ഇപ്പോൾ ഞാൻ സുഖത്തിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ നോക്കട്ടെ. അതിനുവേണ്ടി, അവർക്ക് വേണ്ടി, ആ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. സഹോദരങ്ങളെ, നമ്മുടെ പോക്കറ്റിലുള്ള, നമ്മുടെ അക്കൗണ്ടിലുള്ള, നമ്മുടേതായിട്ടുള്ള സമ്പത്ത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നമ്മൾ അതിൽ നിന്ന് ചെലവഴിച്ചാൽ അത് നമുക്ക് നഷ്ടപ്പെടാനുള്ളതല്ല, മറിച്ച് നാളെ പരലോകത്ത് കിട്ടാനുള്ളതാണ്. മരിച്ചാലും നമ്മുടെ കൂടെ പോരുന്നതാണ്. മരിച്ചാലും നമുക്ക് സദഖ ജാരിയയായി നിലനിൽക്കുന്നതാണ്. അത്തരം സംരംഭങ്ങളുണ്ട്. അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, ദുനിയാവിൽ കഷ്ടാരിഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ, അവരൊന്ന് സന്തോഷിച്ചാൽ, ഒരു പാവപ്പെട്ടവൻ ഒരു പുത്തനുടുപ്പിട്ട് നടന്നാൽ, ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചാൽ, ഒട്ടവയിലും മഴ ചോർന്നൊലിക്കുന്ന വീടിനൊന്ന് മേയാനുള്ള കഴിവ് കിട്ടിയാൽ, ആ കുടുംബത്തിന് കിട്ടുന്ന ആശ്വാസം എത്രയാണ്! അതിലൂടെ നമുക്ക് പരലോകത്ത് ലഭിക്കുന്നതോ അത്യുന്നതമായ പ്രതിഫലമാണ്. സഹോദരങ്ങളെ, നീട്ടിപ്പരത്തി പറയുന്നില്ല, ഇത് ഉത്ബുദ്ധരായ ആളുകളാണ് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അതിഗൗരവപൂർവ്വം നിങ്ങളെ ഉണർത്തുന്നു. സാമ്പത്തിക രംഗത്ത് നമ്മളെല്ലാവരും ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രധാനമായത് സക്കാത്ത്. സക്കാത്തിനെ കുറിച്ചൊരു ക്ലാസ് നടത്തിയാൽ എനിക്കറിയാം, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ തുറയോ അത്താഴം പോലുമോ കഴിക്കാൻ ഇന്ന് സമയം കിട്ടൂല. ഒരു ചോദ്യോത്തരത്തിനും സംശയത്തിനും വേണ്ടി ഒരു അവസരം വെച്ചാൽ എല്ലാവർക്കും ചോദിക്കാനുണ്ടാവും, എല്ലാവർക്കും ചോദിക്കാനുണ്ടാവും. പക്ഷേ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകം ഒരു ക്ലാസ് വേണമെങ്കിൽ അങ്ങനെയാവാം. അതിനൊക്കെ അതിൻ്റെയൊക്കെ മുമ്പ് വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ മനസ്സാണ്. കൊടുക്കാനുള്ള മനസ്സുണ്ടായ എത്രയോ കൊടുക്ക. ആരെങ്കിലും ഉണ്ടോ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ സകാത്തിന്റെ കണക്കറിയാത്തോണ്ട് കൊടുത്തില്ല? എന്തേ കൊടുക്കാഞ്ഞ്? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ അക്കൗണ്ടന്റ് ഒന്നുമല്ല, ഞാനൊരു ബഗാലി പണിയെടുക്കുന്ന ആളാണ്, ഞാൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണ്, എനിക്ക് കണക്കും കാര്യങ്ങളും ശതമാനമൊന്നും കൂട്ടാൻ അറിയില്ല, അതുകൊണ്ടാ കൊടുക്കാത്തത്? ഇല്ലല്ലോ, ഇല്ല, ആരുമില്ല. പക്ഷേ ഒന്ന് പറയും, കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു, കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, മനസ്സില്ല, മനസ്സിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായില്ല. കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാഞ്ഞാണ്ടല്ലോ നമ്മുടെ മറ്റേത് കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കൂല. സാമ്പത്തികമായ ഇടപാട്, സാമ്പത്തികമായത് സക്കാത്തിന്റെ വിഹിതവും കൂടി ഭുജിക്കുന്നവൻ നിഷിദ്ധമായതാണ് കഴിക്കുന്നത്. അതവന് വിശുദ്ധമല്ല. 100 റിയാലിൽ 2.5 റിയാല് 97.5 മാത്രമേ അവന്റേതുള്ളൂ, 2.5 അവന്റേതല്ല. ആ 2.5 കൂടി കഴിക്കുന്നിടത്തോളം കാലം അവന് ഹറാമാ തിന്നത്. അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എന്താ പ്രാർത്ഥന? പ്രധാനപ്പെട്ട നിസ്കാരം. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഉംറക്ക് പോയിട്ട് ഇബാദത്ത് ചെയ്താൽ അവിടെയൊക്കെ പ്രാർത്ഥനകളാ, അല്ലാഹു സ്വീകരിക്കൂല. സക്കാത്ത് അണാപ്പായി കുറയാതെ, അതൊരു കമ്മട്ടത്തിൽ കൊടുക്കേണ്ടതുമല്ല. ഞാൻ കൊടുത്ത്, കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്, കുറെ കൊടുത്ത് അതിന് സക്കാത്ത് പഠിച്ചവനാണ് കണക്കൂട്ടി എടുത്തോട്ടെ. നമ്മളെക്കാണ് വലിയ കണക്കൂട്ടുന്നത് പഠിച്ചവനാണല്ലോ, പഠിച്ചവനാണ് കണക്കൂട്ടി എടുത്തോട്ടെ, ബാക്കിയില്ലേ സദക്കീക്കൊണ്ട് പോയിക്കോട്ടെ. അങ്ങനെയൊന്നും കൊടുത്താൽ നമ്മളവിടെ നിസ്കരിച്ചു കുറെ, എന്നിട്ടോ അതിന് പിന്നെ ഫർള് അതിനെ എടുത്തോട്ടെ, തറാവീഹ് ബാക്കിയെല്ലാം എടുത്തോട്ടെ, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സുന്നത്ത് കൊടുത്തോട്ടെ, ആരാണ് നിസ്കരിക്കാൻ പറ്റും? കണക്ക് വേണ്ടേ അതിന്? സക്കാത്തിന്റെ കണക്ക് വേണം, അറിയണം, പഠിക്കണം. ഒന്നും വേണ്ട. ശമ്പളം വാങ്ങിയിട്ട് പോരുമ്പോ നിങ്ങൾക്ക് അതിനെ കണക്കൂട്ടാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ ഉണ്ടാവും അക്കൗണ്ട്, ഇതിന്റെ 2.5% എത്രയാണ് ആണ് പറഞ്ഞ 1000 വാങ്ങി 25 റിയാൽ, അതാണ് എടുത്തത് 975 തിന്നാണ്ടല്ലോ. അതിന്റെ ഒരു റാഹത്ത് വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതെന്തിനാ കൂട്ടരെ ഇതിന് സംശയിക്കണേ? നിസ്കാരത്തിന് സംശയിക്കണം, നോമ്പിന് സംശയിക്കണം, പിന്നെ ഹജ്ജിന് സംശയിക്കണം. ഇതിന്റെ ക്ലാസ് ഒക്കെ വെച്ചാൽ സംശയം ഉണ്ടോ വെച്ചാൽ ആർക്കും സംശയം ഉണ്ടാവില്ല, ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം എന്താ? അതിന് സംശയിക്കേണ്ടതാണ്. കാരണം കുറെ റുക്കിനും ഫറളും
എല്ലാം ഉണ്ട്. അതൊക്കെ ശരിയായെങ്കിൽ നിസ്കാരം ശരിയാവുള്ളൂ. പക്ഷേ സക്കാത്തിന് അതൊന്നുമില്ലല്ലോ. സക്കാത്തിന്റെ ഫറളുകൾ, സക്കാത്തിന്റെ റുക്കിനുകൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ നിൽക്കണം, കേക്കോട്ട് തിരിയണം, പടിഞ്ഞാട്ട് തിരിയണം, ഇങ്ങനെ ഇതൊന്നുമില്ലല്ലോ. ഇനി എത്ര 100 കിട്ടിയാൽ 2 കൊടുക്കുക. എത്ര എളുപ്പം, എത്ര എളുപ്പം. ശമ്പളം കിട്ടിയിരിക്കണേ, ആ പോരുമെന്ന് ആൽബേക്കും വാങ്ങി പോന്നോളി എന്ന് പറയില്ലേ? അപ്പൊ അറിയണതേ ശമ്പളം കിട്ടിയിരുന്നാൽ സക്കാത്തിന്റെ അടുത്തേക്കാണ് ബാക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നിടത്തേക്ക് വളർന്നാൽ, എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ സക്കാത്തിന്റെ കണക്കും നമുക്കറിയും. സക്കാത്ത് കൃത്യമായി കൊടുക്കും. ശമ്പളത്തിന് സക്കാത്ത് കൊടുക്കണോ? സംശയം ആരും ചോദിക്കണ്ട. ശമ്പളത്തിന് സക്കാത്ത് കൊടുക്കണോ? വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണോ? നിങ്ങൾക്ക് വാടക കിട്ടുന്നതിന് സക്കാത്ത് കൊടുക്കണോ? ഷെയറിന് സക്കാത്ത് കൊടുക്കണോ? കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണോ? ഓരോന്നിന്റെയും സക്കാത്തിന്റെ കണക്ക് പറയാൻ പണ്ടൊരു ചങ്ങാതി ചോദിച്ചു, ആനക്ക് എത്രയാ സക്കാത്ത്? ഇതാണ് നമ്മുടെ അവസ്ഥ. ഓൻ ആനയില്ല, ഒരു വസ്തുവില്ല, എന്നിട്ട് ഓൻ ചോദിക്കാണ് ആനക്ക് എത്രയാ സക്കാത്ത്? ആടിന് ഇത്രയെന്ന് പറയാം, പശുവിന് ഇത്രയെന്ന് പറയാം, ഒട്ടകത്തിന് ഇത്രയെന്ന് പറഞ്ഞപ്പോ വന്ന് ചോദിക്കുന്ന ആനക്ക് എത്രയാണ്? ഇതുപോലെയാണ് നമ്മളെ അവസ്ഥ. ഈ സംശയം ചോദിക്കുന്ന പോലെ 99 ഞങ്ങൾ ചോദിക്കേണ്ടതല്ല, നിങ്ങൾ ചോദിച്ചോളി, ചോദിക്കേണ്ടതല്ല. ചോദിക്കണ പോലെ 99% അവസ്ഥ എന്താ അറിയോ? ആനക്ക് സക്കാത്തത്തിന് ചോദിച്ചോന്റെ കാര്യം. കാരണം എന്താ? അത് നമുക്ക് എന്തായാലും നമ്മളത് കൊടുക്കാൻ കഴിയില്ല, എന്നാലും ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, എത്ര എത്ര കൊടുക്കണം, കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞു പോയാൽ പറയുന്നത് അയാൾക്കെത്താറിയാം. വേറെ മൗലവിയാരോട് കൊടുക്കണ്ട, സലാം സുല്ലമിയാരോട് കൊടുക്കണ്ട. അപ്പോഴാ സലാം സുല്ലമിനൊക്കെ ഓർമ്മ വരാം. ഞാൻ പറഞ്ഞു അത് കൊടുക്കണ്ട, നിങ്ങൾ അങ്ങനെ എത്രയുള്ളൂ അത് കൊടുക്കുന്നു വേണ്ട, നിങ്ങൾ അതിനൊക്കെയാണ് കൊടുക്കാനോ ഒരു അമ്പാനികളൊക്കെ നിങ്ങൾ എന്തിനാ കൊടുക്കണം, നിങ്ങളതുകൊണ്ട് പണം എന്താ ആകുക എന്ന് പറയാൻ നിങ്ങൾ പറയുന്നത്. അയാൾക്ക് അതിനെ കുറിച്ച് നന്നായി അറിയാം. പറയും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. ആ പറയും എന്നതിന്റെ സൂചന ഞങ്ങളാ ചിരിച്ചേണ്ടതല്ല. അപ്പൊ എന്താ അറിയോ? ഇത്രയേ ഉള്ളൂ കൂട്ടരെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ സക്കാത്ത് കറക്റ്റായിട്ട് കൊടുത്തോളി. നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റും സ്ഥലങ്ങളും മറ്റൊക്കെ എല്ലാം ഉണ്ടാവും. അതിനൊക്കെ ഇപ്പൊ വലിയ സംശയം, അതിനെ കൊടുക്കണോ, വിൽക്കുമ്പോൾ കൊടുത്താൽ മതിയോ, അത് എന്നാ വിൽക്കുക, എത്രയതിന്റെ വില, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ ഒരു ചിന്ത ഉണ്ടായി. കൊടുക്കണം എന്ന് വിചാരിച്ചു നിങ്ങള്, കൊടുക്കണം, അത് എനിക്ക് കിട്ടണം. കുറച്ച് റിയൽ എസ്റ്റേറ്റ് ആയിക്കാണ്ട് ഞാൻ മരിച്ചാണ് പോയാൽ അതിന് കൊണ്ട് ഏതായാലും എന്നെ മറമാടില്ല, അത് എനിക്ക് കിട്ടൂല. എനിക്ക് അതിന് കിട്ടണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ട് എന്റെ എന്തെങ്കിലും വരും. എത്രയാ കൊടുക്കേണ്ടി പോലെ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. കൊടുക്കണം എന്ന് കരുതിയാണെങ്കിൽ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ അതിനെ കണക്കണം പറഞ്ഞു. അത്ര മതി. മനസ്സ് മാറുക, പാവങ്ങളെ കുറിച്ച് ആലോചിക്കുക, കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആലോചിക്കുക. വരട്ടെ നമ്മുടെ പോക്കറ്റിലുള്ള കാശ്, വരട്ടെ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ വരട്ടെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, പരലോകത്തിലുള്ള അക്കൗണ്ടിലേക്ക്. അവിടെ നിറയട്ടെ, അവിടെ നിറയട്ടെ. എങ്കിൽ സമാധാനത്തോടു കൂടി നമുക്ക് മരിച്ചു പോകാം. നമ്മൾ അധ്വാനിച്ച് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവസാനിപ്പിക്കും. ഞാൻ ആകെ പറഞ്ഞത് ചുരുക്കം കാര്യങ്ങൾ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ആലോചിക്കേണ്ടതാണ്, ഞാൻ മരിച്ചു പോകും, ഈ നിന്ന് നിൽപ്പിൽ ഞാൻ മരിച്ച ഒന്നും ഞാൻ കൊണ്ടുപോകില്ല. എങ്കിലും ഞാൻ ഈ അധ്വാനിച്ചുണ്ടാക്കിയൊക്കെ എന്തിന്? എന്റെ ബാക്കിക്കാരിൽ കടിപിടി കൂടി തർക്കിച്ച് കേസും വക്കാണും കൂടി കോടതിയിൽ കയറി ഇറങ്ങിന്റെ സ്വത്തൂര്യക്കാരൻ എങ്കിൽ അതവിടെ നടക്കുമ്പോൾ കുറച്ചെങ്കിലും ഇന്ത്യക്കും പോരട്ടെ എന്ന് കരുതാൻ വേണ്ടി മാത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഇതുപോലെയുള്ള സകാത്ത് കണക്ക് പ്രകാരം കൊടുക്കുക. സദഖ ആവശ്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുക. എത്ര ഞങ്ങൾ എത്തില്ലേച്ചെങ്കിൽ അത്ര കൊടുക്കുക. അതാണ് സദഖന്റെ കണക്ക്. അങ്ങനെയാണ് കൊടുക്കുക. ഒരാൾ വന്നിട്ട് ചോദിക്കാം, ഞാൻ അപ്പഴും സക്കാത്ത് കൊടുത്തിട്ടുള്ളൂ, ഇഞ്ചി സദക്കല്ല. അതില്ല, ഇഞ്ചി സദക്കല്ല. സക്കാത്ത് കൊടുത്ത് സദക്കല്ല. അല്ല, സക്കാത്ത് നിർബന്ധം. സദക്ക അതിനേക്കാളെ നിർബന്ധം എന്താ പറയാ? അത് നിർബന്ധം തന്നെയാണ്, അത് അത്യാവശ്യം. അപ്പൊ അതിന് കണക്കില്ലാന്നേ ഉള്ളൂ. അപ്പൊ ഒരു പക്ഷേ ഒരാൾക്ക് സക്കാത്ത് കുറച്ചേ കൊടുക്കേണ്ടി വരുള്ളൂ, സദക്ക ധാരാളം കൊടുക്കേണ്ടി വരും സന്ദർഭത്തിനനുസരിച്ച്. എങ്കിൽ നിങ്ങളുടെ അടുക്കൽ വരുന്ന ഇതുപോലുള്ള പ്രയാസങ്ങളും കഷ്ടാരിഷ്ടങ്ങളും പറഞ്ഞു വരുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ പടച്ചോന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിന് നിങ്ങൾ നൽകുക. അതിനുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈ നീയത്ത് നന്നാക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുക. കിട്ടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് നാളെ പരലോകത്ത് പ്രതിഫലം നേടാനുള്ള അവസരമാക്കി മാറ്റുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അടിമകളാക്കി
അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും മാറ്റി തീർക്കണമേ തമ്പുരാനെ. നീ നൽകിയ സമ്പത്ത്, സൗകര്യം അവയെല്ലാം നിന്റെ മാർഗത്തിൽ പരമാവധി ചെലവഴിച്ചുകൊണ്ട് നാളെ പരലോകത്ത് അത്തരം ആളുകൾക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ സുഖം നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, പിശുക്ക് കാണിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ യാതൊന്നും ചെലവഴിക്കാതെ കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ ശ്രദ്ധിക്കാതെ പിശുക്കി നടക്കുന്ന പിശുക്കന്മാരുടെ അള്ളാഹു ശപിച്ച ആ വിഭാഗത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. കഴിവിന്റെ പരമാവധി സാധുക്കളെ സഹായിക്കുവാനും പാവങ്ങൾക്ക് അത്താണിയാകുവാനും കഷ്ടാരിഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമേകുവാനും അനാഥകൾക്ക് നാഥരാകുവാനുമുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ സമ്പാദ്യം അത് ഹലാലാക്കുവാനും അത് ഹലാലായ മാർഗത്തിൽ വിനിയോഗിക്കുവാനുമുള്ള ഈമാനും ഇഖ്ലാസും നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിശുദ്ധ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട ഈ ദിനരാത്രങ്ങളിലുള്ള ഞങ്ങളുടെ എല്ലാ അമലുകളും നാഥാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അതിനെല്ലാം തക്കതായ പ്രതിഫലം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പും പൂർണ്ണമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അതിന് പൂർണ്ണമായ പ്രതിഫലം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടാരിഷ്ടങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. കത്തിയാളുന്ന നരകത്തിയിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ നാഥാ. പടച്ചവരെ, ഞങ്ങളിൽ നിന്ന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സത്യവിശ്വാസികൾ അവരുടെ ഖബർ ജീവിതവും പരലോക ജീവിതവും സന്തോഷപൂർണ്ണവും സമാധാനപൂർണ്ണവുമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും അപാകതകളും വീഴ്ചകളും നാഥാ നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പിഴവുകളും നീ ഞങ്ങൾക്ക് വിട്ടുമാപ്പാക്കി തരണമേ തമ്പുരാനെ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.